ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങളുടെ വിജയമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ റോട്ടിൽ എന്താ ചെയ്യണേന്ന്. ഈ റോട്ടിൽ ഞാനിവിടെ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ മോളുടെ ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ് ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് അവളുടെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ ഒരു കലാപരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഞാനൊരു ചെപ്പ് കാണിക്കേണ്ട, ആ ചെപ്പിൻ്റെ ഉള്ളിൽ മുഴുവൻ കറുത്ത കളർത്ത ലിക്വിഡ് ഫോം, സെമി ലിക്വിഡ് ഫോമിൽ കാണില്ലേ, അതൊരു നല്ലൊരു മാജിക് പോർഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ മാജിക് പോർഷൻ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം കേട്ടോ. ഒരുവിധം മുടി ലൈറ്റായ ഐബ്രോസ്, തീരെ ഐബ്രോസ് ഇല്ലാത്തവരല്ല, ഒരുവിധം ലൈറ്റ് ഐബ്രോസ് ആയവർക്ക് ഇതൊരു മാജിക് പോർഷൻ തന്നെയാണ് കേട്ടോ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്തും കൂടും, അതേപോലെ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഐബ്രോസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പിന്നെ പാർലറിൻ്റെ വഴിക്ക് പോവേ വേണ്ട. അപ്പോൾ അത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യണത് കണ്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് കാണാണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ എന്നെ കാണാൻ. ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, പിന്നീട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ അവസാനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല ഭംഗിയിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ഐബ്രോസിലോട്ടാ. ഒരു നാണക്കേടും വിചാരിക്കേണ്ട. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിക്കേടൊക്കെ ഉണ്ടാവും നിങ്ങളുടെ മുഖത്തിന്, പക്ഷെ ഇത് സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ മാജിക് പോർഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അഥവാ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ പൊന്നു വിജയല്ലടാ. അപ്പം എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. എനിക്കും ഒന്ന് ചാനൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടിയാൽ ഹാപ്പി ആവൂട്ടാ. അപ്പോൾ ഞാനത് നല്ല ഭംഗിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാണാമല്ലോ എന്ത് ഭംഗിയാണ് എൻ്റെ ഫേസിന് ഇപ്പോൾ കൂടിക്കണേ. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് മുമ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളിത് രാത്രി കിടക്കണേക്കാട്ടും മുമ്പ് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ മോർണിംഗിൽ എല്ലാവരും ഓഫീസിൽ പോയിട്ട് നിങ്ങൾ എലോൺ ആയ സമയത്ത് അപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഇത് അപ്ലൈ ചെയ്ത് വീട്ടിലിങ്ങനെ നടക്കണോണ്ട് അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും. പക്ഷേ രാത്രി അപ്ലൈ ചെയ്യണതാണ് ബെസ്റ്റ്. അപ്പോൾ മോർണിംഗ് വരെ നമുക്ക് അത് നല്ലോണം ഐബ്രോസിൽ പിടിക്കും. അപ്പോൾ അതെ, ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ലേ, ഞാൻ ഈ ബാദാം, ഇതാണ് ഞാൻ ഹിന്ദി വേർഡാണ് ബാദാം യൂസ് ചെയ്താണ്. അപ്പം ഈ ബാദാമാണ് മെയിൻ, ആൽമണ്ട് എന്നാണ് ഇംഗ്ലീഷിൽ കേട്ടോ, മെയിൻ മാജിക് ഇതിൻ്റെ പിന്നാലെ. അപ്പം ഇതിപ്പോൾ ഇവിടെ ഞാൻ എടുത്താണത് കശ്മീരി ബാദാമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് കശ്മീരി പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്കറിയോ, വെറുതെ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ പൈസയൊക്കെ മുഴുവൻ കൊണ്ടുപോയിട്ട് പാർലറിൽ കളയണം. സത്യം പറയാലോ, നിങ്ങൾക്ക് അധികം തിക്ക് ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പാർലറിലൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. ഒരു മീഡിയം തിക്നെസ് ഉള്ള ആൾക്കാർക്കൊക്കെ വീട്ടിലേ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതുള്ളവും പൂരികം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ തൊലി കളയുകയാണ് ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അത് ആ ബാദാമിൻ്റെ കവറ് നമ്മൾ തല്ലി പൊട്ടിച്ചിട്ട് കളയുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബാദാം പുറത്തേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണെങ്കിൽ, നിങ്ങൾ ഒരു ആവറേജ് ഗ്രോത്ത് ഉള്ള ഹെയർ ഉള്ള ഐബ്രോ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം വീട്ടിലത് ഗ്രൂം ചെയ്യാൻ നോക്കുക കേട്ടോ. വെരി ഈസിയാണ്. നമ്മൾക്ക് ഈ എല്ലാവർക്കും അറിയാമല്ലോ, ഐബ്രോ റേസർ ആമസോണിൽ കിട്ടും. അപ്പോൾ ആമസോണിൽ ഐബ്രോ റേസർ മേടിച്ചിട്ട് ഞാനത് പിന്നീട് വേറൊരു വീഡിയോ കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നീറ്റായിട്ട് ഐബ്രോസ് ആദ്യം ഈ റേസർ വെച്ചിട്ട് ഷേപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജെല്ല് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നും രാത്രി കിടക്കുന്നതിനെക്കാട്ടും മുമ്പ് ഈ ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്തും കൂടും, അതേപോലെ നിങ്ങൾക്ക് നാച്ചുറലി തിക്നെസ്സും കിട്ടുക. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ സീക്രട്ട് ഞാൻ റിവീൽ ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താങ്ക് യു ഫോർ യു ഓൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ബാദാം എടുക്കുക. ബാദാം എടുത്തിട്ട് നമ്മളത് ബേർണറിൽ ഇങ്ങനെ സൂചിയുടെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മളത് ചൂടാക്കി എടുക്കുക, നല്ലോണം കരിച്ചെടുക്കുക. കരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ കറുത്ത കരിക്കട്ട പോലത്തെ ബാദാം ആവണം. കറുത്ത കരിക്കട്ടയായ ബാദാം പിന്നെ നിങ്ങൾ ഇടിച്ച് പൊടിച്ച് നൈസാക്കി പൊടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കുറേ ബാദാം ഉണ്ടെങ്കിൽ എല്ലാ ബാദാമിനും ഇങ്ങനെ സൂചിയിൽ കുത്തിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ബേൺ ചെയ്തെടുക്കണം എന്നാണ്. അത് ഫുള്ളായിട്ട് നല്ലോണം ഡീപ്പ് ബേൺ ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ബാദാമിന് നിങ്ങൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുക. എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ഒരു ബാദാം വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിക്കണം. അപ്പോൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് നിങ്ങൾ വേണമെങ്കിൽ കൂടുതൽ ബാദാം എടുത്തിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാം, ഒലീവ് ഓയിലാ, അല്ലെങ്കിൽ നമ്മുടെ അതിനെന്താ പറയുക, കാസ്റ്റർ ഓയിൽ. അതും നല്ല ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. കാസ്റ്റർ ഓയിൽ, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നെയ്യ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഇത് ഏതെങ്കിലും അതിൽ ഇട്ടിട്ട് നല്ലോണം അതിനെ മിക്സ് ചെയ്യാം കേട്ടോ.
നല്ലോണം മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി വെക്കുക. നല്ല നൈസ് ഗ്രാനുവൽസ് ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി വെക്കുക. പിന്നെ ഒന്നുമില്ല, എന്നും രാത്രി ഇത് കിടക്കണേക്കാട്ട് മുമ്പ് 2 ഐബ്രോസിലും നല്ലോണം അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിക്കായിട്ട് അത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ തിക്നെസ്സിലൂടെ അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നല്ല ഇത്തിരി രാക്ഷസം പോലെ ലുക്ക് ആയിക്കോട്ടെ, സാരില്ല, പ്രശ്നമില്ല. എത്ര നിങ്ങൾ തിക്കായിട്ട് വെക്കണോ അത്രയും നിങ്ങളുടെ ഇത് ഐബ്രോസിൻ്റെ ഹെയർ അത് വലിച്ചെടുക്കും ചെയ്യും, അതിൻ്റെ ഗുണങ്ങൾ. അതേപോലെ ആ കളറ് കുറേ നേരം വരെ നിങ്ങളുടെ ഐബ്രോസിൽ സെറ്റായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഐബ്രോസ് നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കിടന്നുറങ്ങിയാലും നിങ്ങളുടെ ഐബ്രോസ് മാഞ്ഞു പോവില്ല. അതേപോലെ ഇത് കയ്യിലേക്കോ തുണിയിലേക്കോ എവിടേക്കും പകരില്ല. ഒരു പ്രാവശ്യം ഇത് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പെർമനൻ്റ് ആയ പോലെ ഇങ്ങനെ നിങ്ങളുടെ ഐബ്രോസിൽ ഈ കളറ് അവിടെ ഇങ്ങനെ പെർമനൻ്റ് ആയ പോലെ ഇരിക്കും. അത് നിങ്ങളുടെ തുണി ആര് തൊട്ടാലോ അതോ നിങ്ങൾ മുഖത്ത് വേർപ്പ് തുടച്ചാലോ അങ്ങനെയൊന്നും അത് ട്രാൻസ്ഫർ ആവില്ല. ട്രാൻസ്ഫർ പ്രൂഫാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഐബ്രോസ് മാച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതെ, ഞാനിവിടെ ഒരു 10 മിനിറ്റിനാണ് വെക്കണുള്ളൂ കേട്ടോ. 10 മിനിറ്റിൽ ഇത്ര എഫക്റ്റീവാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ എത്രകൊണ്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് ഡിഫറൻസും അതേപോലെ കളറും വരും. ഇന്ന് നിങ്ങൾ രാക്ഷസനൊന്നും ആയി മാറില്ല കേട്ടോ. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേ വേണ്ട. ആവശ്യമുള്ള കളർ തന്നെയാണ് ഐബ്രോസിന് സെറ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത് ഒന്ന് മാച്ച് കളഞ്ഞ് നിങ്ങൾക്ക് ക്ലീൻ ആക്കി കളഞ്ഞ് ഞാൻ കാണിച്ചു തരാം. 10 മിനിറ്റിൽ ഇത്ര എഫക്റ്റീവ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റിൽ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നിങ്ങളുടെ ഐബ്രോസിൽ ഇത് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. വല്ല പാർട്ടിക്ക് എവിടേക്കെങ്കിലും ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ എവിടെ വേണമെങ്കിലും പോവാം. 10 മിനിറ്റിൽ ഇത് അപ്ലൈ ചെയ്താലും ഈ കളറ് പിടിക്കും കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിയുന്നതും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വീഡിയോസ് ഇനി മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനി ഫ്യൂച്ചറിൽ ഒന്നുകൂടിയും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കല്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. 10 മിനിറ്റ് കഴിഞ്ഞു. ആ മാജിക് റിവീലിനുള്ള സമയമായി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കോട്ടൺ പീസ് മതി. അത് 2 പീസായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ പീസിലോ നിങ്ങൾക്ക് തുടച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടോളെ മാജിക്ക്. ഞാൻ ഓരോ ഐബ്രോസും ഇപ്പം ഈ കോട്ടൺ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ നോക്കട്ടെ. പിന്നെ ഈ പേസ്റ്റ് നമ്മളുണ്ടാക്കിയ ഈ പേസ്റ്റിൽ എണ്ണയുള്ള കാരണം പെട്ടെന്ന് റിമൂവ് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ നോക്കിയോളൂ, ഞാൻ 1 സ്വൈപ്പിൽ തന്നെ ചെയ്യുമ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഐബ്രോസായി മാറിയില്ലേ. അപ്പോൾ നിങ്ങൾ എന്നെ താങ്ക് യു എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. ഇത് സത്യം ഒരു ലൈഫ് സേവറാണ്. നിങ്ങൾക്ക് അത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വിജി പറഞ്ഞത് കറക്റ്റ് അല്ലേന്ന്. ഇത് സത്യം പറഞ്ഞാൽ വളരെ നല്ല ഒരു ലൈഫ് സേവർ ഹാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഹാക്ക് എത്ര 5 മിനിറ്റിലോ 3 മിനിറ്റിലോ അല്ലെങ്കിൽ ചെയ്ത് പോകാവുന്നതുള്ളൂ. നിങ്ങളുടെ ഐബ്രോസ് റെഡി ടു ഗോ ഫോർ ദി പാർട്ടി എന്നുള്ള പോലെ ആയി മാറും. കണ്ടോ എത്ര സ്മൂത്തായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റി. ഇതിലുള്ള എണ്ണയോ നെയ്യോ എന്ത് ഓയിലാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്തതാണ്, ആ ഓയിലാണ് ഇതിനെ ഈസി ആയിട്ട് നമുക്ക് കോട്ടൺ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇത്ര സ്മൂത്തായിട്ട് 1 സ്ട്രോക്ക് ചെയ്തപ്പോഴേക്കും ഇത്ര സ്മൂത്തായിട്ട് വന്നു. ഇനി നെക്സ്റ്റ് ഐബ്രോസിലാണ് കേട്ടോ. അപ്പോൾ അതാ റിവീൽ ചെയ്യണു നെക്സ്റ്റ് ഐബ്രോ. വാവ്, ഇതും നോക്കൂ സൂപ്പറായിട്ട് വന്നുട്ടോ. ഞാൻ അമർത്തിയിട്ടാണ് അത് റിമൂവ് ചെയ്യണേ. എന്നിട്ടും നിങ്ങൾ നോക്ക് അതിൻ്റെ ഐബ്രോസ് എത്ര ഡാർക്കായിരിക്കണം ആൻഡ് എത്ര വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ പറയാലോ, ഇത് സൂപ്പർ ഹാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഒരു ഹാംഫുള്ളും അല്ല നിങ്ങളുടെ ഐബ്രോസിന് ഇത് ബെനിഫിറ്റേ ചെയ്യുള്ളൂ. ആൽമണ്ട് നിങ്ങൾക്കറിയാലോ, ആൽമണ്ടിൽ നാച്ചുറൽ ഓയിലുണ്ട്, അതേപോലെ ആൽമണ്ടിൽ ഒരു കെമിക്കൽസും ഇല്ല. പിന്നെ ഇതിൽ ഇടുന്നത് നിങ്ങൾ കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ കാസ്റ്റർ ഓയിലോ ഇതെല്ലാം ഗുണം ചെയ്യണത്. ഇത് ഞാൻ കാണിക്കുന്നത് ട്രാൻസ്ഫർ പ്രൂഫ് കൂടിയാണ്. നോക്കൂ, ഞാൻ ഐബ്രോസ് തുടച്ച് കാണിക്കണേ. എത്ര ഉറക്കി കൈ ഇങ്ങനെ അമർത്തിയിട്ടാണ് ഞാൻ തുടച്ച് കാണിക്കണേ. കയ്യിൽ ഒരു തരിക്ക് ഇത് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ആവില്ല. അപ്പോൾ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. അതേസമയം വെരി ഈസി ടു അപ്ലൈ, വെരി ഈസി ടു റിമൂവ് ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എനി ടെൻഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ട്രാൻസ്ഫർ പ്രൂഫ് ഓൾസോ. സോ നിങ്ങൾക്കിത് എൻ്റെ ഈ ഹാക്ക് വളരെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ബെനിഫിഷ്യലായ ഒരു ഹാക്കാണ് കേട്ടോ. ഐ സ്വെയർ ഇതൊരു ലൈഫ് സേവറായിരുന്നു. അപ്പോൾ എന്നാൽ ശരി, ഏതായാലും ഐബ്രോ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ബാക്കിയുള്ള മേക്കപ്പ് കൂടി ചെയ്യാൻ എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള മേക്കപ്പ് കൂടിയും ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഒരു ലിപ്സ്റ്റിക് മാത്രം, എൻ്റെ ഫേസിൽ ഞാൻ വേറെ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടില്ല. ഈവൻ ഒരു സിമ്പിൾ ക്രീം പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അത് റോ ഫേസാണ്. ഓൺലി ഇപ്പോൾ ഐബ്രോസ് ഞാൻ ഡിഫൈൻഡ് ആക്കി വെച്ചു. ഈ ആൽമണ്ട് പേസ്റ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ 2 ഐബ്രോസും ഗ്രൂമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ലിപ്സ്റ്റിക് കൂടി ഉണ്ട്. സത്യം പറയാലോ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ മുടി കൂടി ഒന്ന് ചീന്തി കെട്ടി നല്ല വൃത്തിയിൽ
കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പാല് മേടിക്കാനോ ജസ്റ്റ് ഈ ലുക്ക് മതിയിടൂ, ഈ ലുക്ക് മതി എന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും വേണ്ടെങ്കിൽ ഒരു പൊട്ട് കൂടി വെച്ചോളൂ. ഞാനിവിടെ ജിം വെയർ ഇട്ട കാരണം പൊട്ടിടുന്നില്ല. നിങ്ങൾ ഒരു സൂട്ടോ സൽവാറിലോ ആണെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളി ലുക്കായിരിക്കും. ഒരു ഇയറിങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പൊട്ട് വേണമെങ്കിൽ വെച്ചോളൂ ഗ്ലാമർ കൂട്ടാൻ. പക്ഷെ നോക്കൂ, ഇത് റിയലി അമേസിങ് ഹാക്കാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ റോ ഫേസാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഇതിൽ ഒരു തരിക്ക് പോലും ഫിൽറ്റർ ഇല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അവർക്കും ഇത് ബെനിഫിഷ്യലാണ്. ചിലരുടെയൊക്കെ മുടി, ഇപ്പം എൻ്റെ മുടിയൊക്കെ 40-45 കഴിഞ്ഞപ്പോൾ ഐബ്രോസിൻ്റെ ചില മുടികളൊക്കെ ഭയങ്കര നരച്ചു തുടങ്ങി. അപ്പോൾ അതൊക്കെ ആ നരയൊക്കെ ഇതിൽ കവറായി പോകും കേട്ടോ. പ്ലീസ് ഫ്യൂച്ചറിൽ ഇനി ഹെയർ ഡൈയോ അതോ ആമസോണിന് ഹെയർ ജെല്ലോ, ഹെയർ ഇങ്കോ, ഐബ്രോ ഇങ്കോ ഇതൊന്നും മേടിച്ച് അപ്ലൈ ചെയ്യല്ല പുരികത്തിൽ. ഇത് നാച്ചുറലി ചെയ്താൽ മതി. ഇത് മതി, നമ്മുടെ പൈസയും സേവ് ആവും, നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് ഒരു ടിൻറ്റഡ് ലുക്കും കിട്ടും നമ്മുടെ ഐബ്രോസിന്. വേറെ എന്താ വേണ്ട? വീട്ടിൽ എൻ്റെ ഈ സീക്രട്ട് കാരണം എന്തൊക്കെ കാര്യങ്ങൾ ബെനിഫിഷ്യലാണ്. കെമിക്കൽ ഫ്രീ, പൈസ ലാഭിക്കാം, പിന്നെ സമയം ലാഭിക്കാം, പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫ്യൂച്ചറിൽ പെട്ടെന്ന് വളരും ചെയ്യും. നോ സൈഡ് എഫക്ട്സ് ആൻഡ് ട്രാൻസ്ഫർ പ്രൂഫ് ടു. അത് പിന്നെ മറക്കാൻ പാടില്ലല്ലോ, ട്രാൻസ്ഫർ പ്രൂഫ് ടു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, പ്രോത്സാഹിപ്പിക്കണേ, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ ഈ വീഡിയോ കൊണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ഇതേപോലെ ചെയ്തിട്ട് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ, ഫോട്ടോഗ്രാഫ്സാണ്. ഇതിൽ ഞാൻ മുമ്പ് ഇത്തിരി കൂടി തിക്കായിട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.